ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ റീസെന്റ് ആയിട്ട് നടന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ ഇതിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുവഴി ചെയ്യുന്നത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും? ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ഇതിന്റെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല പല മെത്തേഡിൽ, ഈസി ആയിട്ടുള്ള ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ടോപ്പിക് വൈസും ഉണ്ട്, അല്ലാണ്ട് വീഡിയോസ്, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതിൽ 1, 2 ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഇൻ എ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ഒരു ട്രയാങ്കിൾ എ ബി സി വേണം, ഒരു ട്രയാങ്കിൾ വേണം, അതിന്റെ പേര് എ ബി സി ആയിരിക്കണം. അതില് ബി ഡി എന്ന് പറയുന്നത് എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എ സി എന്ന് പറയുന്നതായിരിക്കും ബേസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. സോ എ സി ഞാൻ മാർക്ക് ചെയ്തു. എ സി ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അല്ലെ? ബി ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ എ സിയിലോട്ട്. പിന്നെ എന്താ പറയുന്നത്? ആംഗിൾ ഡി ബി സി, ഇതിലെ ഡി, ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? 16 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. 16 ഡിഗ്രി. അപ്പൊ അത് മാർക്ക് ചെയ്യും, 16 ഡിഗ്രി. അതിനുശേഷം എന്താ പറയുന്നത്? ഇ ഈസ് എ പോയിന്റ് ഓൺ ബി സി. ബി സിയിൽ ഒരു പോയിന്റ് ആണ് ഇ. ഇ ഈസ് എ പോയിന്റ് ഓൺ ബി സി സച്ച് ദാറ്റ് സി എ ഇ എന്ന് പറയുന്ന 51 ഡിഗ്രിയാണ്. സി എ ഇ എന്ന് പറയുന്നത് ഇതാണ്. ഇ എന്ന് പറയുന്ന പോയിന്റ് എന്ന് ചോദിച്ചോ. സി എ ഇ എന്ന് പറയുന്നത് 51 ഡിഗ്രി, 51 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മളോട് ചോദിക്കുന്ന ആംഗിൾ എ ഇ ബി. എ ഇ ബിയുടെ വാല്യൂ എത്രയാണ്, അല്ലെ? എ ഇ ബിയുടെ വാല്യൂ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, ഇത് 16 ഡിഗ്രിയാണ്. സോ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ഡിഗ്രി ആയിരിക്കും, അല്ലെ? 74 ഡിഗ്രി. എങ്ങനെ? ഒരു ട്രയാങ്കിളിനകത്ത് ടോട്ടൽ 180 ഡിഗ്രിയാണ്, അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഡി എന്ന് പറയുന്ന ആംഗിൾ, ബി എന്ന് പറയുന്ന ആംഗിൾ 16 ആണെങ്കിൽ ബാക്കിയുള്ളത് 74 ആയിരിക്കും. അപ്പൊ ഇത് 74 ആണ്, ഈ ആംഗിൾ 51 ആണ്. അങ്ങനെയെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും? 74ഉം 51ഉം ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 വരണം, അല്ലെ? ഇപ്പൊ 70, 50, 120 ആണ്. 125, 125, 5, 130, 130ഉം 50ഉം 180. സോ ഈ ആംഗിൾ 55 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 135 ഡിഗ്രി. ഇത് 135 ഡിഗ്രി. കാരണം എന്താ? ഇത് ഒരു 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ 135 ഡിഗ്രി. അപ്പോ ഇത് ഇപ്പോ ഞാൻ ഇവിടെ 55 കണ്ടുപിടിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചു. കാരണം എനിക്ക് അതാണ് ഓർമ്മ വന്നത്. നമ്മൾ പക്ഷെ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ എ സി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കിയാൽ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ഇ എന്ന് പറയുന്നത് അകത്തെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും, അല്ലെ? ആംഗിൾ എയുടെയും സിന്റെ സമ്മായിരിക്കും ഈ ആംഗിൾ. അപ്പൊ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക്, അപ്പൊ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഞാൻ ഇത് ചെയ്ത് 55 കണ്ടുപിടിച്ചതിന് ശേഷമാണ് എനിക്ക് എന്തോ കിട്ടിയത്, എനിക്ക് അത് മനസ്സിൽ ഓർമ്മ വന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ, ഇതിന്റെ സമ്മായിരിക്കുമല്ലോ അതൊന്നും. ഓക്കെ, സോ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്ര റിപ്പീറ്റ് കൂടുതൽ ചെയ്യുക, അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ നിങ്ങൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 55 എന്ന് പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. 135 നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും. 135 ഡിഗ്രി. വേറെയും മെത്തേഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 2500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ, 2500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ NTPCക്കും CGL-നൊക്കെ ചോദിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. 2500 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ചെയ്യുന്നതാണ്. സോ നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Q4. 75,000 രൂപ ഡിവൈഡഡ് among ABC such that 3 times the share of A equal to 9 times the share of B which is equal to 4 times the share of C. അതായത് 75,400 രൂപ ഉണ്ട്, അതിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്താണ്? 3A is equal to 9B is equal to
4C. ഇത് ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 3A = 9B = 4C എന്ന് വന്നു. ഇപ്പൊ എയുടെയും ബിന്റെയും സീനെ ഇവിടെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതേ സംഭവം ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വരെ ഡിവൈഡ് ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതായിരുന്നേനെ നമുക്ക് നമ്മുടെ റേഷ്യോ എയുടെയും ബിന്റെയും സിന്റെയും റേഷ്യോ. അപ്പൊ അങ്ങനെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇതാണ്, നിങ്ങൾക്ക് വേറെയും മനസ്സിൽ വരാം. എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിൽ വന്നു. ഞാൻ അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എ ബി സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 × 4 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എല്ലാ ന്യൂമറേറ്ററും ക്യാൻസൽ ആയി പോകും. അതായത് 3A / 36 = 9B / 36 = 4C / 36. സോ ഡിവൈഡ് ഇത് 3 യും 36 ക്യാൻസൽ ആകുമ്പോൾ A / 12 = 9 / 4 = C / എത്രയാ 9 എന്ന് വരും അല്ലെ. A / 12 B / 4 സോറി 9 അല്ല B / 4 C / 9 എന്ന് വരും. ഓക്കെ, എന്ന് വെച്ചാൽ A:B:C എന്ന് പറയുന്നത് 12:4:C ആണ്. A:B:C എന്ന് പറയുന്നത് 12:4:9 ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കണം എന്താ? ഷെയർ ഓഫ് എ ആണ്. എയുടെ ഷെയർ എന്ന് വെച്ചാൽ 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കിയോ, 12ന്റെ മൾട്ടിപ്പിൾ വെച്ചാൽ 3ന്റെ മൾട്ടിപ്പിളും 2ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. അപ്പൊ ഇത് ഒരെണ്ണം ക്യാൻസൽ ആവുള്ളൂ, ബാക്കി എല്ലാം കിടപ്പുണ്ട്. 2 കൊണ്ട് മൾട്ടിപ്പിൾ ആവും, 3 കൊണ്ട് മൾട്ടിപ്പിൾ ആവും, 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇതും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരാൻ ആൻസർ ബി ആയിരിക്കും ആൻസർ. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 75,400 ഡിവൈഡഡ് ബൈ എന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടേ? എന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 75,400 ഡിവൈഡഡ് ബൈ 12 4 16 9 എത്ര? 16 9 25 ഇൻറ്റു 12 എത്ര വരും എന്ന് വെച്ചാൽ 754 ഇൻറ്റു 36 എന്ന് വരും. സോറി 48 എന്ന് വരും. 754 ഇൻറ്റു 48. 4 × 8 32, 2 ലാസ്റ്റ് വരും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 754ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 754 ഇൻറ്റു 48. ഞാൻ ഇനി ടൈപ്പ് മൾട്ടിപ്ലൈ ചെയ്യണം. 754 മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾ ചിലപ്പോൾ ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോ പേന ചെയ്യുന്നതിനെക്കാട്ടും പാടാണ് എനിക്ക് മൗസ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 × 8 32, 3 ഇഷ്ടം 8 5 40 43, 1 ശിഷ്ടം സോറി 4 ശിഷ്ടം 7 56 60, 4 × 4 16, 1 ശിഷ്ടം 4 5 20 21, 2 ശിഷ്ടം 7 4 28 30. സോ ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും 36,192. 36,192. അപ്പൊ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് ചെയ്യണ്ട, അതിന് മുമ്പ് ആൻസർ കിട്ടി. എങ്ങനെ? 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ നോക്കിയപ്പോൾ കിട്ടി. കാരണം ബാക്കിയൊന്നും 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ ഇല്ല. 3ന്റെയും 2ന്റെയും മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ പറയാം 3ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 2ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് രണ്ടും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, ഇത് ക്ലിയർ ചെയ്യുവാണ്. ക്ലിയർ ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, വേണ്ട, ഇത് മതി. ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണല്ലോ. 5ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഡിവൈഡ്സ് 77435? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏത്? സോ നോക്കണേ, ലാസ്റ്റ് ഓഡ് നമ്പർ ആണ്. സോ ഇതും ക്യാൻസൽ ആയി. ഇത് റെയിൽവേക്ക് ചോദിച്ചതാ. റെയിൽവേക്ക് PSCക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും.
ഇതിന് എത്ര സെക്കൻഡ് നിങ്ങൾക്ക് വേണം? നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് ഉണ്ട് ഇത് മാർക്ക് ചെയ്തിട്ട് അടുത്തതിൽ പോവാം. അത് നമുക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ആവശ്യം വരും. സോ ഇത് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം എന്താ? ലാസ്റ്റത്തെ ഡിജിറ്റ് ഈസ് എ ഓഡ് നമ്പർ. സോ 12 2 16 ഒന്നും അവിടെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ ഡിവിസിബിലിറ്റി അതുപോലെ അതും അതിനെക്കുറിച്ചുള്ളൊക്കെ വീഡിയോ യൂട്യൂബ് ഇതേ ചാനലിലുണ്ട്. സോ അതൊക്കെ കണ്ടു നോക്കുക. ഇത് മൈൻഡ് വീണ്ടും വീണ്ടും കാണുക, വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിൽ കയറും. നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ടഫായിട്ടുള്ള മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുവാണ്, നിങ്ങൾ ഈ ചാനലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. 800ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ടഫാണെന്ന് തോന്നുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ വാട്സപ്പിലാണെങ്കിലും ടെലഗ്രാമിലാണെങ്കിലും ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് വീഡിയോ ഷെയർ ചെയ്തിടാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അന്ന് കണ്ടാൽ നിങ്ങൾ മറന്നുപോയെന്നതാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും നിങ്ങളുടെ മെമ്മറിയിൽ അത് സെറ്റ് ആവും. അത് നിങ്ങൾക്ക് എപ്പോൾ ഉപയോഗം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എക്സാമിനൊക്കെ ആയിരിക്കും യൂസ് ആവുന്നത്. എക്സാമിന് കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിൽ വരും, ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 5 4 5 7. ഇത് ഒരേ ഷിഫ്റ്റിൽ ഒരേപോലത്തെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഈ നമ്പറിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 3 കൊണ്ട് 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം 3 7 ഓഡ് ഡിജിറ്റ് ആണ്. സോ ഞാൻ 3 നമുക്ക് നോക്കാം. ഈസി അല്ലേ? 3 നോക്കാനാണ് ഈസി. 3 നോക്കാം. 5 4 9, 5 7 12, 4 1 5 1 6, 5 1 6. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാം എപ്പോൾ 3 മൾട്ടിപ്പിൾ കിട്ടും അപ്പൊ ഞാൻ അത് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളയായിരുന്നു. 5 4 9, പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ 3 ഉണ്ടല്ലോ. അത് 5 7 12, അതിലും 3 ഉണ്ട്. 1 4 5 1 6, ഇത് 3 നോക്കിയപ്പോൾ 6 വന്നു, ഇത് 6 വന്നു. സോ ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലായിരിക്കും. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ തെറ്റുമാവാം. ക്വസ്റ്റ്യൻ തെറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് 3 കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് മാർക്ക് ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടമില്ല. കാരണം നമുക്ക് നഷ്ടപ്പെട്ട 5 സെക്കൻഡ് ആണ്. ഇതൊന്നും ആരും തെറ്റിക്കത്തില്ലായിരിക്കും. ഇത് ഓക്കെ, ക്ലിയർ ചെയ്യുവാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A sector is formed by a circular arc with a radius of 9 cm, subtending an angle 18 degree at a center. What is its perimeter? Pi is equal to 3.14. സോ നമുക്കറിയാം സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? സെക്ടർ എന്ന് പറയുന്നത് ആർക്കിലൊരു പോർഷനാണ് സെക്ടർ. ഇപ്പോൾ ഫിഗർ വരയ്ക്കാൻ, ഓക്കെ, ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ആർക്കാണ്. ഓക്കെ, ഈ ആർക്കും നമ്മുടെ സെന്ററും കൂടി ആർക്കിന്റെ 2 പോയിന്റ്, അതിൽ നിന്ന് ഈ നമ്മുടെ സെന്ററിലോട്ട് വരയ്ക്കുന്ന 2 റേഡിയസ് അല്ലേ, ഈ പോർഷൻ ആണ്. അതായത് ഈ ആർക്ക് പ്ലസ് ഈ സെന്റർ, ഇത് രണ്ടും കൂടെ ചേരണം. അങ്ങനത്തെ പോർഷൻ ആണ് സെക്ടർ എന്ന് പറയുന്നത്. സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ എന്താ, ഈ ആർക്കും സെന്റർ ചേരണമെന്നില്ല. ഈ കോഡ് വെച്ച് ആ ആർക്കിലെ 2 പോയിന്റിനെ മീറ്റ് ചെയ്തിട്ട് ആ ഏരിയനെ നമ്മൾ സെഗ്മെന്റ് എന്ന് പറയും. അപ്പൊ സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? സെക്ടർ എന്ന് വെച്ചാൽ ഈ ആർക്ക് പ്ലസ് 2 റേഡിയസ്, ഈ ഒരു പോർഷൻ, ഇതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ 2 റേഡിയസ് വരും, 2 റേഡിയസ് അല്ലേ, പ്ലസ്
ഈ ഒരു പോർഷൻ നമുക്ക് കണ്ടുപിടിക്കും. ഇതിന്റെ ടോട്ടൽ എത്രയാ? ടോട്ടൽ എന്ന് പറയുന്നത് 2πr അല്ലേ? 2πr. അപ്പോൾ ആ 2πrന്റെ ഒരു പോർഷൻ ആയിരിക്കും. സോ ഇൻറ്റു ഈ ആ പോർഷൻ എത്ര കണ്ടുപിടിക്കുക വെച്ചാൽ ഈ ടോട്ടൽ 2πr എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രിക്കാണ് ആ 3πr എന്ന് പറയുന്നത്. സോറി 2πr എന്ന് പറയുന്നത് 360 ഡിഗ്രിക്കാണ് 2πr. അങ്ങനെയെങ്കിൽ 18 ഡിഗ്രിക്ക് എത്രയായിരിക്കും? 18 ഡിഗ്രിക്ക് എന്ന് പറയുന്നത് 18/360 2πr. നോക്കിക്കോണേ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 2πr എന്ന് പറയുന്നത് എത്രയാണ്? എന്തിനാണ്? 360 ഡിഗ്രി. അപ്പോൾ 1 ഡിഗ്രിക്ക് എന്ന് വെച്ചാൽ 2πr ഡിവൈഡ് ബൈ 360 ഡിഗ്രി. സോ 18 ഡിഗ്രി എന്ന് വെച്ചാൽ 2πr ഡിവൈഡ് ബൈ 360 ഡിഗ്രി ഇൻറ്റു 18. ഓക്കെ, സോ ഈ 18ഉം ഈ 2ഉം ഈ 360ന്റെ 36 കൂടെ ക്യാൻസൽ ആയി പോകും. താഴെ ഒരു 10 ഉണ്ട്. ഓക്കെ, 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 9 ആണ്. 9 ഇൻറ്റു 2 എന്ന് പറയുന്നത് 18 പ്ലസ് പൈ 6 ഡിവൈഡ് ബൈ 10. പൈ എന്ന് വെച്ചാൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 3.14. 3.14 ഇൻറ്റു 9 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 10. ഞാൻ ഇവിടെ എഴുതാനേ. 3.14 ഇൻറ്റു 9 എന്ന് വെച്ചാൽ എത്ര വരും? 9 ഇൻറ്റു 4 36. 3 ശിഷ്ടം. 9ഉം 3ഉം ഈ എത്രയാ? 12. 1 ശിഷ്ടം. 9 ഇൻറ്റു 3 27 പ്ലസ് 1 28. അപ്പോൾ 28.26 എന്ന് വരും. പൈ ഇൻറ്റു 6 ഡിവൈഡ് ബൈ 10 ആകുമ്പോൾ 2.826 ആവും. അതായത് ഇവിടെ ഒരു പോയിന്റ് കയറും. ഓക്കെ, 2.826. സോ ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര വരും? 18 2 20. 20.826. 20.826. ഓപ്ഷൻ നോക്കുമ്പോൾ 20.83 കിടപ്പുണ്ട്. അപ്പൊ അത് തന്നെയാണ് ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 2500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ CGL-നും NTPC-ക്കും ചോദിക്കുന്ന കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ചെയ്യും സ്പെഷ്യലായിട്ട്. സോ ബാക്കി അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.